തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം ചെയ്യുന്ന ആശമാരുടെ പ്രശ്നം തീർക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് അങ്ങ് ഡൽഹി വരെ പോയി. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. പോയ പോലെ തിരിച്ചു പോകും. കുട്ടിയാലി കൊല്ലത്ത് പോയ പോലെ എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ പ്രിയപ്പെട്ട വീണ ജോർജ് ഡൽഹിയിൽ പോയി. ആരോഗ്യമന്ത്രി JP നഡ്ഡയെ കാണാനായിട്ട് ഒരു അപ്പോയിൻമെൻറ്റ് ചോദിച്ചു. നഡ്ഡയ്ക്ക് മറ്റ് പല തിരക്കുണ്ടായിരുന്നു. അത് ഇപ്പോൾ തൽക്കാലം നിവൃത്തിയില്ല, അടുത്ത ആഴ്ച കാണാം എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞ വീണ ജോർജ് പോയത് നഡ്ഡയെ കാണാനല്ല. നഡ്ഡയെ കാണാൻ വേണ്ടി ആരെങ്കിലും ഡൽഹി വരെ പോകും. അവർ പോയത് ക്യൂബൻ സംഘത്തെ കാണാനും കേരളത്തിൻ്റെ ഐക്യദാർഢ്യം അറിയിക്കാനുമാണ്. ഐക്യദാർഢ്യം അറിയിച്ചു. ക്യൂബക്കാർക്ക് വലിയ സന്തോഷമായി. അവരോട് അത്താഴ വിരുന്ന് കഴിച്ചു. അത് ഖുഷിയായിട്ട് കഴിച്ചു. എല്ലാവരോടും യാത്ര പറഞ്ഞു, തിരിച്ചു വന്നു. ആ കൂട്ടത്തിൽ നഡ്ഡയെ കാണാൻ ഒരു ശ്രമം നടത്തി നോക്കി. പക്ഷേ കാണാൻ പറ്റിയില്ല. അത് ഇത്ര വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ ഇവിടുത്തെ ഈ മാധ്യമ സിൻഡിക്കേറ്റുകാരത് വലിയ വിഷയമാക്കി. വീണ ജോർജ് മാനത്തെറിഞ്ഞ വടി പോലെ തിരിച്ചു വന്നു എന്നൊക്കെ പറഞ്ഞ് പല പരിഹാസങ്ങളും ഉണ്ടാക്കി. അതൊന്നും ഇവിടെ ബോക്സ് ഓഫീസ് വാല്യൂ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അത് നമ്മുടെ വിഷയവുമല്ല. ഞാനിവിടെ പറയാൻ വന്നത് അതിനെ തുടർന്നുണ്ടായ വലിയ ഒരു അപവാദ പ്രചരണത്തെ കുറിച്ചാണ്. ശ്രീമതി വീണ ജോർജിൻ്റെ തോളിലുണ്ടായിരുന്ന വാനിറ്റി ബാഗ്. ഈ വാനിറ്റി ബാഗ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ പൊങ്ങച്ച സഞ്ചി എന്നാണ് മലയാളം. ആ ബാഗ് എംപേറിയോ അർമാനി എന്ന് പറഞ്ഞ പ്രസിദ്ധമായ ഇറ്റാലിയൻ കമ്പനി ഇറക്കിയ ബ്രാൻഡാണ്. ഇതിന് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ വില 50,000 രൂപയിൽ കൂടുതലാണ് എന്നൊക്കെയാണ് ഈ എന്താ പറയുക രന്ധ്രാന്വേഷികളായിട്ടുള്ള ചില ഓൺലൈൻ മാധ്യമക്കാർ അടിച്ചു. സംഗതി ശരിയാണ്. എംപേറിയോ അർമാനി എന്ന് പറഞ്ഞ വലിയ പ്രസിദ്ധമായ ബ്രാൻഡാണ്. നമ്മുടെ മാത്യു കുഴൽനാടനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ആ വിഭാഗത്തിൽപ്പെട്ടൊരു സാധനമാണ്. പാർട്ടി സഖാക്കൾ സാറിന് ഉപയോഗിക്കാറില്ല. കടകംപള്ളി സുരേന്ദ്രൻ അല്ലെങ്കിൽ MV ഗോവിന്ദനോ അതുമല്ലെങ്കിൽ നമ്മുടെ AK ബാലനൊന്നും ഈ സാധനം കേട്ടിട്ടുണ്ടാവില്ല. അവരുടെ വീട്ടിലെ സ്ത്രീകളും കേട്ടുകാണില്ല. ഡോക്ടർ ജമീല DMO അല്ല DHS ആയിട്ട് റിട്ടയർ ചെയ്ത ആളാണെങ്കിലും ഇത്ര വിലപിടിപ്പുള്ള ബ്രാൻഡൊന്നും ഉപയോഗിച്ച് കാണാൻ സാധ്യതയില്ല. പക്ഷേ അതുപോലൊരാളല്ലല്ലോ വീണ ജോർജ്. അവരങ്ങനെ എത്തപ്പയിൽ ചേർന്ന് മുദ്രാവാക്യം വിളിച്ച് നേതാവായ ആളല്ല. അവരുടെ പിതാവ് പത്തനംതിട്ട ബാറിൽ നല്ല വരുമാനമുള്ള ഒരു അഭിഭാഷകനായിരുന്നു. അവരുടെ അമ്മ കേരള കോൺഗ്രസ്സുകാരി, മുനിസിപ്പൽ കൗൺസിലറൊക്കെ ആയിരുന്നു. പിന്നെ ആഗമാന സുറിയാനി സഭയുടെ ഭാഗമായിരുന്ന മലങ്കര സഭയുടെ ഒരു അംഗമാണ് വീണ ജോർജ്. അവരുടെ ഭർത്താവ് സഭയുടെ സെക്രട്ടറി ആയിരുന്ന ആളാണ്. അത് നല്ല വരുമാനമുള്ള ഒരു പദവിയാണ്. അതുമായി ബന്ധപ്പെട്ടൊക്കെ പല കഥകളും കോട്ടയത്ത് പടർന്നു പിടിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ അതിലേക്കൊന്നും പോകുന്നില്ല. ഏതായാലും എംപേറിയോ അർമാനിയൊക്കെ വാങ്ങിക്കാൻ ആസ്തിയും വരുമാനവുമുള്ള ഒരു മഹതിയാണ് വീണ ജോർജ് എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല. അതെല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. പക്ഷേ ഇവിടെ ഈ മാധ്യമങ്ങൾ പറയുന്നത് ഋതബ്രത ബാനർജി എന്ന് പറഞ്ഞ പശ്ചിമ ബംഗാളിൽ നിന്നുള്ളൊരു മാർക്സിസ്റ്റ് MP ഉണ്ട്. അയാൾ മോൺ ബ്ലാങ്ക് പേനയും അതുപോലെ ആപ്പിളിൻ്റെ വാച്ചും ഉപയോഗിച്ചു. ഇത്തരം വിലപിടിപ്പുള്ള ബ്രാൻഡുകൾ മാർക്സിസ്റ്റുകാർ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്നുള്ളതാണ്. അത് ഋതബ്രത ബാനർജി SFIയിൽ കൂടി ഉയർന്നു ആളാണ്. സാക്ഷാൽ സഖാവാണ്. വീണ ജോർജ് അങ്ങനെയല്ല. അവർ മാധ്യമ പ്രവർത്തകയായിരുന്നു. പിന്നെ പാർട്ടി ദത്തെടുത്ത ഒരു ധീര സഖാത്തിയാണ്. അങ്ങനെയുള്ള സഖാക്കൾക്ക് ഇത് ബാധകമല്ല. ഇപ്പോൾ PV അൻവർ പാർട്ടിയുടെ സ്വതന്ത്രനായിരുന്ന കാലത്ത് അദ്ദേഹത്തിന് ചില ഇളവുകൾ അനുഭവിച്ചു. KT ജലീലിന് ചില ഇളവുകളുണ്ട്. ജലീൽ പിന്നെ ആർഭാടപ്രിയനല്ല എന്ന് മാത്രം. മന്ത്രി അബ്ദുറഹ്മാനൊക്കെ ഇതുപോലെ അത്യാവശ്യം ആർഭാടത്തിൽ ജീവിക്കുന്ന ആളാണ്. അതുകൊണ്ട് നമ്മൾ സജി ചെറിയാനും വാസവനെയും അളക്കുന്ന ത്രാസ് വെച്ച് വീണ ജോർജിനെ അളക്കരുത്. ചിഞ്ചുറാണിയെ പോലെയോ ബിന്ദുവിനെ പോലെയോ അല്ലെങ്കിൽ ശ്രീമതി ടീച്ചറെ പോലെയോ ശൈലജ ടീച്ചറെ പോലെയോ ഒരാളല്ല വീണ ജോർജ്. അവർ അത്യാവശ്യം ജീവിക്കാൻ നിവൃത്തിയുള്ള കുടുംബത്തിൽ നിന്ന് വരുന്ന ആളാണ്. അത്യാവശ്യം ആഡംബരമായിട്ടും ആർഭാടമായിട്ടും ജീവിച്ച് വളർന്നു വന്ന ആളാണ്. പക്ഷേ ഈ മാധ്യമപ്രവർത്തകർക്ക് ഇവരുടെ അസൂയാണ്. അവരെ പോലെ ഒരു മാധ്യമപ്രവർത്തകയായിരുന്നു വീണ ജോർജ്. അങ്ങനെ മാധ്യമപ്രവർത്തകയായിരുന്ന ഒരാൾ MLA ആവുന്നു, പിന്നെ മന്ത്രിയാവുന്നു, അതും ആരോഗ്യമന്ത്രി ആവുന്നു. ശൈലജ ടീച്ചറേക്കാൾ പേരെടുക്കും. നഡ്ഡയെ കാണാൻ പോകുന്നു. ക്യൂബൻ സംഘത്തിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് അസൂയുണ്ടാവും. ഇതാണ് മറ്റേ ചെമ്മീൻ സിനിമയിൽ SP പിള്ള പറയുന്ന അസൂഷ. അതിൻ്റെ പേരാണ് അസൂഷ. ഈ അസൂയയ്ക്കും കഷണ്ടിക്കും യാതൊരു മരുന്നുമില്ല. അതുകൊണ്ട് എംപേറിയോ അർമാനിയുടെ പേര് പറഞ്ഞ് പാവം വീണ ജോർജിനെ ക്രൂശിക്കാനും അവരെ മോശക്കാരിയാക്കാനും ഇവരെ ആഡംബരപ്രിയയാക്കാനും ഒക്കെയാണ് മാധ്യമങ്ങൾ ശ്രമിക്കുന്നത്. അതും ഈ നാട്ടിൽ വില പോവുകയില്ല. 50,000 രൂപ എന്നൊക്കെ പറഞ്ഞ വീണ ജോർജിന് പുല്ലാണ്. മാത്രമല്ല ഒരു ക്യൂബൻ സംഘത്തെ കാണാൻ പോകുമ്പോൾ ഈ കൂതറ ബാഗുമായിട്ട് പോകണം. തോളിൽ ഈ സാധാരണ ബുദ്ധിജീവികൾ കഞ്ചാവ് വലിക്കുന്ന ആൾക്കാരൊക്കെ കൊണ്ടുനടക്കുന്ന പോലത്തെ തുണി സഞ്ചിയുമായിട്ട് അല്ലെങ്കിൽ ചാക്ക് സഞ്ചിയുമായിട്ട് പോകണം എന്നൊന്നും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലും പറഞ്ഞിട്ടില്ല, മൂലധനത്തിലും പറഞ്ഞിട്ടില്ല. അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അതിപ്പോൾ തന്നെ തിരുത്തണം. ഇനി സംശയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ചിന്ത വാരികലെ
പത്രാധിപനോട് ചോദിച്ചാൽ മതി, പുള്ളി കൃത്യമായിട്ടുള്ള മറുപടി തരും. അപ്പോൾ അതുകൊണ്ട് വീണ ജോർജിനെ കല്ലെറിയുന്നവർ തീർച്ചയായിട്ടും നിരാശരാകും. അവർക്ക് പരിശുദ്ധ കാതോലിക്ക ബാവയുടെ പിന്തുണയുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷിൻ്റെ പിന്തുണയുണ്ട്. സർവോപരി കേരള ചക്രവർത്തി പിണറായി വിജയൻ്റെ ശക്തമായ പിന്തുണയുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.